നമസ്കാരം. സൺഡേ സ്പെഷ്യൽ റിയൽ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ അയച്ചിരുന്ന റീലുകൾ പലതവണ ആവർത്തിക്കുന്ന സമയത്താണ് റിയൽ റിയാക്ഷൻ വീഡിയോയിലേക്ക് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന ഓരോ റീലുകളും ഒരു വലിയ കൂട്ടം ആളുകൾ സെലക്ട് ചെയ്ത റീലാണ് എന്നുള്ളത് ഞാൻ വീണ്ടും പറയുകയാണ്. ശ്രീ ആദിത്യ വർമ്മയെ കാണിച്ചുകൊണ്ടുള്ള റീലുകൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്, അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പ്രചരിക്കുന്ന ഒരു രീതിയുണ്ട്. അത് പല ആളുകളും അയച്ചു തരാറുണ്ട്. അതിൻ്റെ കമൻറ്റ് ബോക്സിലുള്ള രാജഭക്തി, ഇക്കാലത്ത് ഒരു ആവശ്യവുമില്ലാത്ത രാജഭക്തിയാണ് പല ആളുകളും ചൂണ്ടിക്കാണിക്കുന്നത്. എനിക്ക് ആ ഒരു റീല് കാണുന്ന സമയത്ത് ഒരു ഡിഫറെൻറ്റ് വ്യൂ പോയിൻ്റാണ്. എന്തിനാണ് ശ്രീ ആദിത്യ വർമ്മയെ ഇങ്ങനെ സമൂഹത്തിലേക്കിട്ട് അപമാനിക്കുന്നത്? അദ്ദേഹം ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന നമ്മളെപ്പോലെ തന്നെയുള്ള ഒരു പൗരനാണ്. ഈ കാലഹരണപ്പെട്ട രാജഭക്തി, തമ്പുരാൻ വിളി, രാജാവേ എന്നുള്ള വിളിയൊക്കെ നടത്തി അദ്ദേഹത്തെ എന്തിനാണ് അപമാനിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം പല വീഡിയോസിൽ കൂടെയും ഇൻ്റർവ്യൂവിൽ കൂടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും ഒരു സാധാരണ പൗരനല്ലാത്ത രീതിയിൽ പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എന്തിനാണ് നമ്മൾ വെറും കോമഡി ആയിട്ട് ഇന്നത്തെ കാലത്ത് പറയുന്ന രാജഭക്തി, രാജാവേ വിളികളുമായിട്ട്, തമ്പുരാൻ വിളികളുമായിട്ട് അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് പോകുന്നത്? അതേപോലെ ചില ഇൻസ്റ്റഗ്രാം പേജുകൾക്ക് ഐശ്വര്യമുള്ള ഒരാൾ മുന്നിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇദ്ദേഹത്തെ പുകഴ്ത്തിയിട്ടുള്ള ഒരു മ്യൂസിക് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോ ആണ്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും മ്യൂസിക് വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ വെച്ചിട്ട് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് തീരെ അങ്ങോട്ട് ഉറക്കം വരില്ല. ഇദ്ദേഹം എന്ത് സിമ്പിളായിട്ടാണ് നമ്മളെയൊക്കെ പോലെ തന്നെയുള്ള വസ്ത്രം ധരിച്ച്, രാജാവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പണ്ട് കാണുന്ന ആൾക്കാരെ പോലെ ഒന്നുമല്ല, നമ്മളെപ്പോലെയൊക്കെ തന്നെ വസ്ത്രം ധരിച്ച്, നമ്മളെപ്പോലെ തന്നെ സംസാരിച്ച്, നമ്മൾക്കിടയിൽ കൂടെ നടക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ എന്തിനാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു വീഡിയോ ഇട്ട ചങ്ങായിയാണോ എന്നുള്ളത് എനിക്കറിയില്ല. ആദ്യം ചെന്നിട്ട് ഒരു വിഷ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ കണ്ടൊരു ഹൈ പറയുന്ന സമയത്ത് ഇങ്ങനെ വളഞ്ഞു പോകുന്നുണ്ടോ, നടുവ് ഇങ്ങനെ വളഞ്ഞു പോകുന്നുണ്ടോ? നമ്മൾ ഒരാൾ വിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരെ നിന്ന്, അയാൾ നേരെ നിന്ന് കൊടുക്കുന്ന ഒരു രീതിയല്ലേ ഇന്നത്തെ കാലത്തുള്ളത്. അത് അയാളെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയല്ലേ. നടുവ് ഇങ്ങനെ വളയേണ്ട ആവശ്യമൊന്നും ഇല്ല. സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയ ഏറെ കാലങ്ങൾക്ക് ശേഷം ജനിച്ച ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. അയാൾ അങ്ങനെ നടുവ് വളയ്ക്കേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ ഇൻസൾട്ടാണ്. അദ്ദേഹം എവിടെയെങ്കിലും രാജഭരണം കൈവിട്ടു പോയതിൻ്റെ നിരാശ പറയുന്നത് കണ്ടിട്ടുണ്ടോ? ജനാധിപത്യ സംവിധാനത്തിൽ എന്തെങ്കിലും ഒരു അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഒന്നുമില്ല. ഇവിടെ ഭരണവിരുദ്ധ വികാരം പറയുന്ന വലിയ മജോറിറ്റി ഉള്ളപ്പോഴും അദ്ദേഹം വളരെ മാന്യമായിട്ട് തന്നെ കാര്യങ്ങളെ പക്വതയോടെ അപ്രോച്ച് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു പൗരൻ എന്നുള്ള രീതിയിൽ സമീപിക്കുന്ന സമയത്ത് ഭയങ്കര ഇൻസൾട്ടാണ്. ഇതുപോലുള്ള വീഡിയോസ് വരുന്ന സമയത്ത് ഇതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളിൽ ഇദ്ദേഹത്തെ ഭയങ്കര മോശമായിട്ട് ആളുകൾ പറയും. അത് പറയിപ്പിക്കുന്നതാണ്. ഈ അതിവിനയമുള്ള ആളുകൾ നാട്ടുകാരെ കൊണ്ട് തെറി പറയിപ്പിക്കാൻ വേണ്ടി ചുമ്മാ എഴുന്ന റീലുകളാണ്. അദ്ദേഹം ഒരു വാഹനം വാങ്ങിച്ചു, അത് പണ്ട് നാട്ടുകാരെ പേടിപ്പിച്ച് പിരിച്ചുണ്ടാക്കിയ പൈസയ്ക്കാണെന്നൊക്കെ പറയുന്നു. ശരിക്കും ആളുകൾ അസ്വസ്ഥമാവും. ഇത്തരത്തിൽ ഒരു സാധാരണ ഇന്ത്യൻ പൗരനെ, അദ്ദേഹം പോലും അത് ആഗ്രഹിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ പൗരനെ രാജാവാക്കി പ്രതിഷ്ഠിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ പഴയകാല കഥകൾ അറിയാവുന്ന ആളുകൾക്ക് ദേഷ്യം വരും. അപ്പോൾ ഈ ഒരു തലമുറയിൽപ്പെട്ട അദ്ദേഹത്തെയും ആളുകൾ ആക്രമിക്കും. വേദി ഒരുക്കാതിരിക്കുക എന്നുള്ളത് ഞാൻ പറയുന്നുള്ളൂ. ഇതുപോലെയുള്ളത് നമ്മളെപ്പോലെ തന്നെയുള്ള ഒരു സാധാരണ മനുഷ്യനല്ലേ, എന്തിനാണ് വെറുതെ അദ്ദേഹത്തിനെ സൈബർ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരു കാരണം ഇട്ട് കൊടുക്കുന്നത്? നടു കളഞ്ഞ് കൈകൂപ്പി തൊഴുതാനുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. നല്ല കുടുംബത്തിൽ ജനിച്ചായിരുന്നെങ്കിൽ മനുഷ്യരെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയായിരുന്നു എന്ന് പഠിക്കാമായിരുന്നു. ദൈവം സഹായിച്ച് നിനക്കതിനുള്ള ഭാഗ്യമില്ല. ഭാരതം എന്താണെന്നും പാരമ്പര്യ സംസ്കാരം എന്താണെന്ന് അറിയാത്ത നിന്നെപ്പോലെ കുറേ എണ്ണം. നല്ലൊരു കുടുംബമാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിവിനയം കാണിക്കാനായിട്ട് പിള്ളേരെ പഠിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ചിലയിടങ്ങളിൽ നിന്നിട്ട് ഇങ്ങനെ മാറി അപകർഷതാബോധത്തോടെ നിൽക്കാനായിട്ട് പഠിപ്പിച്ച ഒരു പിൻതലമുറ ഉണ്ടായിരുന്നു. നമ്മളുടെയെങ്കിലും ഒരു ജനറേഷനെ അങ്ങനെ പഠിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നേരെ നിന്നിട്ട് ബഹുമാനിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആരെ കണ്ടാലും നടുവ് വളച്ച് വിധേയപ്പെട്ട് ആരാധിക്കാത്ത ആളുകളെ കുറിച്ചിട്ട് ശ്രീ വീരപ്പൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, കേരളത്തിലുള്ള ആളുകളെ കുറിച്ചിട്ട് വീരപ്പൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നുള്ളത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. அதாவது கேரளாக்காரனுங்க கேரளா மக்கள் இந்த பக்கம் இது அப்படி வருவாங்க. நானும் கேரளால எல்லாம் போவேன் சில டைம்ல. அப்ப சொல்லுவாங்க அந்த மக்கள், அண்ணே அவங்க பேசுறது நம்மள தமிழ் இருக்கட்டும், அண்ணன் 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 தான் பேசுவாங்க. அண்ணே அதாவது உங்க தமிழ் மக்கள் சர்வசாதாரணமா ஒரு நடிகர்கள்லாம் ஓட்டு போடுறாங்களே, என்ன அநியாயமா இருக்குது? அதாவது மண்டையில ஏதாவது மூளையே கிடையாது அவங்களுக்கு அப்படின்னு சொல்லுவாங்க. கேட்பாங்க என்ன ஏன்னா இங்க கூட எங்க கேரளாவோட நிறைய பெரிய பெரிய நடிகர்கள்லாம் இருக்கிறாங்க. ஆனா நின்னா 10 ஓட்டு கூட வாங்க முடியாது. ஆனா எல்லாம் சினிமா மேல ஆசைப்படுவாங்க, பாப்பாங்க, படம் பாக்குறதோட முடிச்சுட்டு வந்துருவாங்க. அவங்களுக்கு ஓட்டு போட மாட்டாங்க. ஏன்னா அவங்களுக்கு அரசியல் பத்தி என்ன தெரியும்?
அவங்களுக்கு போய் ஓட்டு போடுறாங்களே இந்த தமிழ் மக்களுக்கு மூளை எவ்வளவு இருக்கும் அப்படின்னு சொல்லி உளுந்து உளுந்து சிரிப்பாங்க. ஏன்னா நம்ம தமிழ் மக்கள் நம்ம எதில் எடுத்துக்கலாம் நம்ம தமிழை ஏமாந்தே தான் போறோம். அதுதான், வேற ஒன்றும் இல்லை. കേരളക്കാരൻ இருக்கிற ബുദ്ധി തമിഴിലൊക്കെ ഇല്ല. അന്യസംസ്ഥാനക്കാരനായിട്ടുള്ള വീരപ്പൻ ജിക്ക് നമ്മളെക്കുറിച്ച് തോന്നിയ ഒരു തോന്നലാണ്, നമ്മളങ്ങനെ താരപരിവേഷത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഗിമ്മിക്കുകളിലോ രാഷ്ട്രീയ ബോധം വെച്ച് പുലർത്തി വോട്ട് കൊടുക്കുന്ന ആളുകളല്ല. അതുകൊണ്ട് തന്നെയാണ് മോഡിയുടെ ഉറപ്പ് പലതവണ കിട്ടിയിട്ടും കേരളത്തിലുള്ള ആളുകൾ അതിൽ ചവിട്ടാത്തത്. കാരണം നമ്മളുടെ രാഷ്ട്രീയ ബോധം അത്രത്തോളം മികച്ചതാണ്. നമ്മൾ ഈ മതവർഗീയ പ്രസ്ഥാനങ്ങളെ സപ്പോർട്ട് ചെയ്ത് പഴയ പാരമ്പര്യം, സനാതന ധർമ്മം അതൊക്കെ ഊന്നി നിന്നിട്ടുള്ള വോട്ട് പിടുത്തത്തെ ഒന്നും അംഗീകരിക്കുന്നില്ല. നമ്മൾ ഇവിടെ തുല്യത ആഗ്രഹിക്കുന്ന ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വാസമുള്ള ആളുകളാണ്. കഴിഞ്ഞ ദിവസം ഇതേപോലെ നടുവ് വളഞ്ഞ് കുറേയധികം ആളുകൾ തൃശ്ശൂർ റൗണ്ടിൽ നിൽക്കുന്നത് കണ്ടിരുന്നു രാജാവ് വന്നപ്പോഴത്തേന്. ഇത്തരത്തിലുള്ള അതിവിനയത്തെക്കുറിച്ചിട്ടും ജാതി ചിന്തകളെക്കുറിച്ചിട്ടും സനാതന ധർമ്മത്തെക്കുറിച്ചിട്ടും മുഖ്യ കാര്യവാഹ് കൃഷ്ണകുമാറിൻ്റെ മകൾ പറയുന്നത് എന്താണ് എന്നുള്ളത് കേൾക്കാം. ഇനി ഇവർക്ക് മണ്ണിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമാവോ? വീട്ടിൽ നിന്ന് ഒരു പ്ലേറ്റ് കൊണ്ടുവരായിരുന്നു. ചിലർക്കൊക്കെ ചിലപ്പോൾ ഫീലാവും. ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്ന ഗണത്തിലേക്ക് പെടുത്താൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷേ ഡാർക്ക് ഹ്യൂമറൊന്നും അല്ല. കഴിഞ്ഞ ദിവസം കേട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസ്വസ്ഥതയിൽ നിന്ന് ഉണ്ടായ ഒരു അഭിപ്രായ പ്രകടനമായിട്ട് തന്നെ കൺസിഡർ ചെയ്താൽ മതി. പിന്നെ എന്തെങ്കിലുമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ, അസ്വസ്ഥതകളൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പറയാതിരിക്കാനുള്ള ഒരു വകതിരിവെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നല്ലത്. കഴിഞ്ഞ ദിവസം ആ ഒരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്ത ചില ആളുകളുടെ രീതികളിൽ വിയോജിപ്പുണ്ട് എന്നുണ്ടെങ്കിലും അവർ അഡ്രസ്സ് ചെയ്ത ഒരു കാര്യം വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്തോ കേസൊക്കെ ആയി. നമുക്ക് വ്യക്തിത്വം കാണിക്കാൻ പറ്റുന്ന അവസരങ്ങളാണ്. സ്വന്തം അച്ഛനാണ് എന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ചിന്തകളുണ്ട്, അത് ആളുകൾ ബോധ്യപ്പെടുത്തി തരുന്ന സാഹചര്യത്തിൽ അത് അച്ഛനെ കൊണ്ട് തിരുത്തിപ്പിക്കുന്നതാണ് ഇന്നത്തെ കാലത്ത് ഉള്ള ഒരു വ്യക്തി ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ വന്നിട്ട് പ്രാവിന് തീറ്റ കൊടുക്കുന്ന സമയത്ത് അവിഞ്ഞ കോമഡി പറയുന്നതല്ല നിങ്ങളുടെ രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത്. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ മറ്റൊരു കുഞ്ഞറിയില്ലേ, കാരണം എനിക്ക് തോന്നുന്നു എന്റെ അച്ഛനൊന്നും ഒരിക്കലും സാന്റാക്ലോസ് ഒന്നും സംഭവിക്കില്ല. കഴിഞ്ഞ നമ്മൾ പണ്ട് കൊച്ചിലെ കഴിച്ച പഫിന്റെ കണക്ക് ഇപ്പോഴും അച്ഛൻ പറയുന്നുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു അച്ഛനൊന്നും ഒരിക്കലും ഒരു സാധനം മേടിച്ചു തന്നിട്ട് അത് വേറെ ഒരാളാണെന്ന് ഒരിക്കലും സമ്മതിക്കൂല. അതിന്റെ കണക്ക് ശരിയാ. മിഡിൽ ക്ലാസ്സിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ല. ഇപ്പൊ നമ്മൾ ഈ സാന്റ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഈ സംശയം വരേണ്ട കാര്യമില്ല. കാരണം നമ്മളവിടെ അങ്ങനെ ഗിഫ്റ്റ് കൊണ്ടുവച്ചിട്ട് സാന്റ തന്നാൽ മിഡിൽ ക്ലാസ്സിനെ പഠിപ്പിക്കാറില്ല. നീ പറയുന്നത് അപ്പർ ക്ലാസിന്റെ കാര്യമാണ്. അല്ലെങ്കിൽ സൈക്കിള് ദേവം കൊണ്ടുവന്ന ഒരിക്കലും എന്റെ പേരെന്തല്ലോ, എന്റെ പേരെന്തല്ലോ ഞാൻ കഷ്ടപ്പെട്ട് സൈക്കിളിന് വേണ്ടി ഞാൻ എത്ര ദിവസം പണിയെടുത്തിട്ട് അറിയും. ഈ സൈക്കിളിന്റെ വില എത്രയാണെന്ന് അറിയും. അത് ഓടിക്കുമ്പോൾ കൂടി പറയും. കുട്ടികളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന സാന്താക്ലോസ് കുട്ടികൾക്ക് ഇഷ്ടമുള്ള സമ്മാനങ്ങൾ അവരറിയാതെ രാത്രിയിൽ കൊണ്ടേ വെച്ചിട്ട് പോകുമെന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ വിദേശത്തൊക്കെ ഈ ക്രിസ്മസിൻ്റെ സമയത്ത് മാതാപിതാക്കൾ തന്നെ സമ്മാനങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് കുട്ടികൾക്ക് സാന്താക്ലോസ് കൊണ്ടുവന്നാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ പറയില്ല. കാരണം എല്ലാത്തിനും ക്രെഡിറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന പേരൻസാണ് നമ്മുടെ പേരൻസ്. അതേപോലെ പേരൻറ്റിങ്ങിനകത്ത് ഒരു അലിഖിത നിയമമായിട്ട് കാലങ്ങളായിട്ട് പിന്തുടരുന്ന ഒരു രീതിയുണ്ട്. എന്തെങ്കിലും ഒരു സാധനം മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൽ പറഞ്ഞൊരു പപ്സ് ആണെങ്കിലും ഒരു സൈക്കിളാണെന്നുണ്ടെങ്കിൽ മാക്സിമം അവനത് ഓടിക്കുന്ന സമയത്തൊക്കെ അപ്പൻ്റെ കണ്ണീരും വേർപ്പും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വേണം ഓടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി. അപ്പം അതിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന പലപ്പോഴും അതിനൊരു ഔദാര്യം എന്നുള്ള രീതിയിലേക്ക് അറിയാതെ പേരൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന ചില രീതികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബോർഡർ മനസ്സിലാക്കണം. കുട്ടികൾ കഷ്ടപ്പാട് അറിയണം. എങ്ങനെയാണ് അറിയേണ്ടത്? നമ്മൾ പറഞ്ഞാണോ അറിയേണ്ടത്? അല്ല, നമ്മളുടെ ലൈഫിനകത്ത് അവരെ കൂടെ ഭാഗവാക്കാക്കിയിട്ട് അവർ കഷ്ടപ്പാട് അറിയണം. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് 100,000 ദാരിദ്ര്യ കണക്ക് പറയുന്നതാണോ പേരൻറ്റിങ്ങിൻ്റെ കഷ്ടപ്പാട് പഠിപ്പിക്കാനുള്ള രീതി? അല്ല. നമ്മളെ ഫാമിലി ഡിസ്കഷൻസിനകത്ത് നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊച്ചിലെ തൊട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിൽ എങ്ങനെയാണ് പണം വരുന്നത്, എങ്ങനെയാണ് ചിലവാകുന്നത്, എന്താണ് കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഏകദേശ ധാരണ കിട്ടും. അച്ഛനും അമ്മയും സംസാരിക്കുന്നിടത്ത്, വലിയൊരു സംസാരിക്കുന്നിടത്താണ് അവിടെ വന്ന് വായി നോക്കി നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചന്തയ്ക്ക് പടയം കൊടുത്ത് ഓടിക്കുന്നിടത്ത് നമുക്ക് കഷ്ടപ്പാട് ഇങ്ങനെ പറഞ്ഞ് അടിച്ചേൽപ്പിക്കേണ്ടി വരും. എൻ്റെയൊക്കെ ഫാമിലിയിൽ എനിക്കൊന്നും അമ്മയ്ക്ക് ജോലി തിരക്കൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ചെറിയ പ്രായം തൊട്ട് തന്നെ, ചെറിയ പ്രായം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വെച്ച സമയം തൊട്ട് തന്നെ ഈ ചിട്ടിയുടെ ഒരു വലിയ കെട്ട് പൈസയുണ്ട്. അത് ഞങ്ങളുടെ വരുമാനത്തിൻ്റെ മുഴുവൻ തുകയും ചിട്ടി അടയ്ക്കാനായിട്ടാണ് ചിലവാക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അമ്മ അതൊരു റോളിംഗ് ആണ്. അപ്പോൾ അത്രയധികം പൈസയായിട്ട് എന്നെ പറഞ്ഞു വിടും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഈ വിവരമില്ലാത്ത, അല്ലെങ്കിൽ എനിക്ക് തന്നെ അന്ന് വലിയ പക്വത ഉണ്ടെന്നുള്ള തോന്നൽ എനിക്കില്ല. ഞാൻ ഈ സൈക്കിളിലൊക്കെ കല പറഞ്ഞ് പോകുമ്പോൾ ചിട്ടി പൈസയൊക്കെ പോക്കറ്റ് ഇട്ട് 10,000-20,000 ഒക്കെ അന്നത്തെ സമയത്ത് ഇട്ടിട്ട് പോവാണ്. അപ്പോൾ ഞാനിങ്ങനെ അത് കൊണ്ടുപോകുന്ന സമയത്ത് അത് എങ്ങനെയാണ് അമ്മ അറേഞ്ച് ചെയ്തത്? അപ്പനാണെങ്കിൽ ഇച്ചിരി പിടിപ്പികേടൊക്കെ ഉള്ളൊരു ചെങ്ങയാണ്. കള്ളമൊക്കെ പറഞ്ഞിട്ട് വേണം കുറച്ച് പൈസയൊക്കെ റോൾ ചെയ്ത് വെക്കാൻ. അത് അമ്മയ്ക്ക് ഉപയോഗിക്കാനല്ല, വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാവില്ല.
ഞങ്ങളുടെ ചിലവുകൾ കാര്യങ്ങളൊക്കെ. ഈ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അമ്മ പറഞ്ഞിട്ടല്ല ഞാൻ പഠിച്ചത്, ഞാൻ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് എന്നെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു അറിവാണ്. ഞാൻ പല വീഡിയോസും ഇങ്ങനെ പങ്കുവയ്ക്കുന്ന സമയത്ത് ചില ആളുകളൊക്കെ ഇൻബോക്സ് മെസ്സേജ് അയക്കുക, ആ ചേട്ടൻ അങ്ങനെ ഫിനാൻഷ്യൽ ലിറ്ററസി സീരീസ് ചെയ്യണം. എനിക്ക് അതിനെക്കുറിച്ചിട്ട് ഒരു വക അറിയില്ല. ഞാൻ പറയുന്നത് എനിക്ക് കിട്ടിയ ആ ഒരു ചെറിയ പ്രായത്തിൽ തൊട്ട് കിട്ടിയ ആ ഒരു പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നിട്ടാണ്. അത് മതി, ബേസിക്കായിട്ട് അത് മതി നമുക്കൊരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാവാൻ വേണ്ടി. ഇന്നത്തെ അവസാനത്തെ റീല് എനിക്ക് സന്തോഷം നൽകിയ ഒരു റീലാണ്. ശ്രീ ഗോപിനാഥ് മുതുകാടുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്ത സമയത്ത് ഒത്തിരിയധികം പേരൻസിൻ്റെ ആകുലതയായിട്ടുള്ള സ്പെഷ്യൽ സ്കൂളുകൾക്ക് ശേഷമുള്ള ഭിന്നശേഷി കുട്ടികളുടെ ഭാവിയെക്കുറിച്ചിട്ട് മനസ്സിലാക്കുകയുണ്ടായി. അവരുടെ ഭാവി എങ്ങനെ സുരക്ഷിതമാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചില ചിന്തയിൽ നിന്നിട്ടാണ് ഈ നമ്മുടെ മാജിക് പ്ലാനറ്റ്, ഡിഫറെൻറ്റ് ആർട്സ് അക്കാഡമി പോലെയുള്ള കാര്യങ്ങൾ ആളുകൾ ആശ്രയിക്കുന്നത്. ബെറ്റർ ആയിട്ടുള്ള ഒരു മോഡൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിരുന്നു, പക്ഷേ അതിൻ്റെ വിഷ്വൽ എനിക്ക് കിട്ടിയില്ല. ഇന്നത് കിട്ടി. ഇതാണ്. ഇത് ഒരു സ്ഥാപനമാണ്. ഞാനെന്ന് പറഞ്ഞത് മൂന്നാർ ടീ പ്ലാന്റേഷനുള്ള ബേക്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ്. ഇത് ഒന്ന് നോക്കുക. സ്റ്റാർബക്സിൻ്റെ ഇവിടുന്നാണ് സംഭവം എല്ലാം ചെയ്യുന്നത്. 1 lakh bags orders, monthly 10,000 bags ഇവിടുന്ന് അയച്ചു വിടും. ഇത് അതുല്യ. സ്പെഷ്യലി ഏബിൾഡ് എന്ന വാക്ക് യാഥാർത്ഥ്യമാക്കിയ ടാറ്റയുടെ മറ്റൊരു സൃഷ്ടി. വെൽത്ത് ഫ്രം വേസ്റ്റ്, അതാണ് അതുല്യയുടെ മുദ്രാവാക്യം. യൂസ് പേപ്പേഴ്സും ബോർഡ്സും മറ്റ് റീസൈക്കിളബിൾ വേസ്റ്റും കളക്ട് ചെയ്ത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് റീസൈക്കിൾ ചെയ്തെടുക്കുന്നു. തേയിലയും ലെമൺ ഗ്രാസും യൂക്കാലിപ്റ്റ് ലീവ്സും ഉള്ളിത്തോലും ആനപ്പിണ്ടവും എല്ലാം ഇവരുടെ റോ മെറ്റീരിയൽസ് ആണ്. അതുകൊണ്ട് ഇവർ ഡയറികളും പേപ്പർ ബാഗ്സും തുടങ്ങി പലതരം പ്രോഡക്ട്സ് ഉണ്ടാക്കിയെടുക്കുന്നു. സ്റ്റാർബക്സിൻ്റെയും ടാറ്റ ക്രോമയുടെയും പേപ്പർ കവർ നമ്മുടെ മൂന്നാറിൽ നിന്നും ഇന്ത്യയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലേക്കും ഇവർ കയറ്റി അയക്കുന്നു. 14 സ്പെഷ്യലി ഏബിൾ യങ് അഡൽസിനെ വെച്ച് തുടങ്ങിയ ഈ ഹാൻഡ് മെയ്ഡ് വുഡ് ഫ്രീ പേപ്പർ യൂണിറ്റായ അതുല്യയിൽ ഇന്ന് ഒരുപാട് പേർ ജോലി ചെയ്യുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ ന്യൂ ഇയർ ക്രിസ്മസ് ഗ്രീറ്റിംഗ്സിൻ്റെ പണിപ്പുരയിലാണ്. ഒരു ചെറു പുഞ്ചിരിയോടെ ജോലി ചെയ്യുന്ന അവരെ കുറച്ചേറെ നോക്കിയിരുന്നു. ഞാൻ 2023 ചെയ്ത യാത്രകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ മൂന്നാർ യാത്രയാണ്. ഞാൻ കണ്ട കാഴ്ചകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ സൃഷ്ടിയാണ്. രത്തൻ ടാറ്റ എന്ന വലിയ മനുഷ്യന്റെ കുടക്കീഴിൽ ഒരേപോലെ ചിന്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യന്മാർ ഒന്നിച്ചു നിൽക്കുന്ന ഈ പ്രസ്ഥാനം എനിക്ക് കാണിച്ചു തന്നത് ഗിവിംഗ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് മേക്കിംഗ് എ ഡൊണേഷൻ, ഇറ്റ് ഈസ് അബൌട്ട് മേക്കിംഗ് എ ഡിഫറൻസ്. ഇതിൻ്റെ അവസാനം ബൽറാം എന്ന ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത ആൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതൊന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കേട്ട് നോക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത കുറേയധികം കാര്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് വലിയ കെട്ടിടങ്ങളോ കുന്നുകൂടുന്ന ഡൊണേഷൻസോ ദൈന്യത കാണിക്കലോ ഒന്നുമല്ല. അത് ചെറിയൊരു യൂണിറ്റിൽ കൂടെ നമുക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അവിടെ ഒരു വലിയ പ്രസ്ഥാനത്തിൽ ഗുണഫലം പറ്റുന്ന ആൾക്കാരുടെ അതേ എണ്ണമുണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഞാൻ പറയാനായിട്ട് കഴിഞ്ഞ ദിവസമൊക്കെ ആഗ്രഹിച്ചത്. ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുക. നന്ദി.